ഇറാനിൽ US നടത്തിയ വ്യോമാക്രമണത്തിൽ 38 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഇവിടെ പുറത്തുവരുന്നത്. മറുപടിയായി തന്നെ ജോർദാനിലെ അമേരിക്കൻ പോർ വിമാനങ്ങൾ തകർത്തുകൊണ്ട് IRGC രംഗത്ത് വരുന്നു. മാരകമായ ആക്രമണമാണ് ഇപ്പോൾ അമേരിക്ക ആകട്ടെ ഇറാന് മേൽ അഴിച്ചുവിടുന്നത്. എന്നാൽ അടിക്ക് തിരിച്ചടി എന്നോണം ഇറാനും ശക്തമായ രീതിയിൽ അമേരിക്കക്കെതിരെ ഇവിടെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടത്തുന്നത്. പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധഭീതിയിൽ ആഴ്ത്തിക്കൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക് കടന്നതായി തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 6 ദിവസമായി തന്നെ ഇറാനിലെ വിവിധ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 38 പേർ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി തന്നെ ഇറാന്റെ ആരോഗ്യ മന്ത്രാലയമാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിന് മറുപടിയായി തന്നെയാണ് ഇപ്പോൾ ജോർദാനിലെ അൽ അസ്റബ് അമേരിക്കൻ വ്യോമതാവളത്തിന് നേരെ 12 ബാലിസ്റ്റിക് മിസൈലുകളും നിരവധി ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം നടത്തിയതായി തന്നെ വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ F-35, F-15, F-16 പോർ വിമാനങ്ങൾ അടക്കം നിരവധി സൈനിക ആസ്തികൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായതായി തന്നെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെടുന്നു. എന്നാൽ ഈ അവകാശവാദങ്ങൾ അമേരിക്കയോ ജോർദാനോ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാൻ വിക്ഷേപിച്ച മിസൈലുകളിൽ ഭൂരിഭാഗവും തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജോർദാൻ അവിടെ ആകാശ പരിധിക്കുള്ളിൽ തന്നെ തകർത്തു എന്നതാണ് ജോർദാൻ സൈന്യം അറിയിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം കൂടുതൽ സങ്കീർണമാവുകയാണ് എന്നും സംഘർഷം വ്യാപിപ്പിക്കാനുള്ള സാധ്യത അന്താരാഷ്ട്ര സമൂഹം ആശങ്കയോടുകൂടി തന്നെ നിരീക്ഷിക്കുകയാണ് എന്നതാണ് പറയുന്നത്. കഴിഞ്ഞ മാസം ഇരു വിഭാഗങ്ങളും തമ്മിൽ ഒപ്പുവെച്ച താൽക്കാലിക വെടിനിർത്തൽ ജൂലൈ 8-ന് തകർന്നതോടെയാണ് ഹോർമുസ് കടലിടുക്കിന്റെ ആ നിയന്ത്രണത്തെ ചൊല്ലി സംഘർഷം വീണ്ടും രൂക്ഷമായത്. ഒമാൻ ഉൾക്കടലിൽ തന്നെ ഇറാനിയൻ തുറമുഖങ്ങളിൽ അവിടെ ഉപരോധിക്കുന്നതിനായി തന്നെ അമേരിക്കൻ നാവികസേന കപ്പൽ പിടിച്ചെടുത്തത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ മാത്രം തന്നെ ദക്ഷിണ ഇറാനിലെ പല പ്രവിശ്യകളിൽ അതായത് 6 പ്രധാന പാലങ്ങളും അതുപോലെ തന്നെ മറ്റ് വിമാനത്താവളങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ US സെൻട്രൽ കമാൻഡ് വ്യോമാക്രമണം നടത്തിയിരുന്നു. ഈ ആക്രമണത്തിലാണ് 8 സാധാരണക്കാർ ഉൾപ്പെടെ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. ഇറാനിൽ വീണ്ടും ഇതുപോലെ തന്നെ US ആക്രമണം വലിയ രീതിയിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്കിനോട് ചേർന്നുള്ള ബന്ദർ അബ്ബാസിൽ വാർത്താ വിതരണ സംവിധാനങ്ങൾക്കെതിരെയും വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടന്നിരിക്കുന്നത്. 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വൈദ്യുത വിതരണം തടസ്സപ്പെട്ടതും ഇറാൻ വാർത്താ ഏജൻസി ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലെ റെയിൽവേ സ്റ്റേഷൻ, വിമാനത്താവളം, മറ്റ് മേഖലകളിൽ 2 പാലങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം തന്നെ ശക്തമായ രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ ഇറാൻ അഴിച്ചുവിട്ടിരിക്കുന്നത്. മാത്രമല്ല വിമാനത്താവളത്തിന് ചുറ്റും 3 വലിയ സ്ഫോടനങ്ങൾ കേട്ടതായി അമേരിക്കൻ പ്രൊജക്ടൈലുകൾ വിമാനത്താവളത്തിൽ പതിച്ചതായും തന്നെ ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷനും ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.